ക്വസ്റ്റ്യൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ക്വസ്റ്റ്യൻ കിട്ടിയ അന്ന് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ എന്നാലും അധികം വൈകാതെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു യൂണിറ്റ് നല്ല തറോ ആയിരിക്കും. നന്നായിട്ട് ക്ലാസ്സും കേട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്ത് അതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ആ PDF ഒന്ന് വായിച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 പേര് എനിക്ക് ഒരു മിനിറ്റ് നമ്മുടെ ടെക്നിക്കലിലെ കൊച്ച് എനിക്ക് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ക്വസ്റ്റ്യൻ പേപ്പർ സബ്മിറ്റ് ചെയ്തവർക്ക് അതിലേക്ക് കയറാൻ ബുദ്ധിമുട്ടൊന്നും വന്നില്ലല്ലോ? ഇല്ല ഇല്ല മാം. ഇല്ല മാഡം. ഇല്ല മാം. മാം ഈ സബ്മിറ്റ് ചെയ്തില്ല. എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയാമോ? ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല മാം, അത് പറഞ്ഞു തരുമോ? അത് നാളെ സാറ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാളെ സാറ് പറഞ്ഞു തരുന്നതാണ് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ഇനി നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നിങ്ങൾ എല്ലാവരുടെയും ഒരു സജഷൻ, ലാസ്റ്റ് 10 minutes നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നാണല്ലോ. നമുക്ക് ആ സമയത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ചാപ്റ്റേഴ്സ് തീരില്ല. കാരണം അത്രയോത്തോളം നമുക്ക് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ പ്ലീസ് നമുക്ക് പ്രെയറിലേക്ക് കിടക്കാം. ആരൊക്കെയോ ഒന്ന് റെഡിയാണ്. ആര് വേണമെന്ന് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. ഞാൻ ആരെയും വിളിക്കില്ല. കുറെ പേര് റെഡിയാ. ഞാൻ പറയട്ടെ സർ? അതാരാണ്? നജ ആണോ? അതെ അതെ. ഓക്കെ നജ, ഒരു മിനിറ്റ്. നമുക്ക് നാളെ ക്ലാസ് ഉണ്ടോ? നിങ്ങൾക്ക് വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. ഓക്കെ, വാട്ടെവർ. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നാളത്തെ പ്രെയർ ആരാന്നൊന്ന് പറഞ്ഞേ. ഇന്ന് നജയാണ്. നാളത്തെ പ്രെയർ ആരാന്ന് ഇപ്പോഴേ സരിജ. 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 ഓക്കെ, നാളെ സരിജ. നാളെ മറ്റന്നാളത്തെ ആളുടെ കാര്യം നാളെ പറയാം. ഓക്കെ, അപ്പൊ നജ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. Okay. Let's hold our hands together and sing this from our heart. Let's always smile and laugh. Let's see the sunrise. We pray for a new day. We hope for a blessed way. Work honestly and speak kindly, and let's always be happy. Hope for help to the needy. Be thankful for our blessings. Let's hold our hands together and work for a better world. Let's sing this song out loud. Let's hug trees and spread love. Let's be happy and healthy. Let's say thank you and sorry. Let's hold our hands together and sing this from our heart. Thank you. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി ഉണർന്നു വരികയാണ്. എല്ലാവർക്കും പറ്റും, പറ്റില്ല എന്ന് ആരും വിചാരിക്കണ്ട. ഇനി ഇംഗ്ലീഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യം പ്രെയറിനെ കുറിച്ചുള്ളത് മലയാളത്തിൽ എഴുതി വെക്കുക. മലയാളത്തിൽ ഒരു പോയമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് പാരലി സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് അതെല്ലാം ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഞങ്ങളുടെ ബാച്ചിലുള്ളവർക്ക്, ഞാനൊക്കെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. സ്കൂളിംഗ് എല്ലാം മലയാളം മീഡിയം ആയിരുന്നു, സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. പക്ഷെ എനിക്ക് നല്ലൊരു അവസരമായിരുന്നു മോണ്ടിസോറിയുടെ 1 year കോഴ്സ്. നമുക്ക് ചെറിയൊരു ലിമിറ്റേഷൻ ഓൺലൈൻ ആണെന്നേ ഉള്ളൂ. കാരണം ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് കറക്റ്റ് നടക്കുന്നില്ല. പലരും പല ഭാഗത്തേക്കുന്നു, ഫേസ് കാണുന്നില്ല, മ്യൂട്ട് ചെയ്യുന്നു, അൺമ്യൂട്ട് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലംസ് വരും. സോ അതൊക്കെ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ പ്രെയർ കഴിഞ്ഞു. നിങ്ങളുടെ ഒരു യൂണിറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് മോഡ്യൂളിലെ പാർട്ട് 1. ഒരു ഫസ്റ്റ് മോഡ്യൂളിന് 4 പാർട്സ് ഉണ്ട്. പാർട്ട് 1 ഒരു യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു. യൂണിറ്റ് കഴിഞ്ഞപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തത്. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ചാടിക്കേറി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ യൂണിറ്റ് നല്ല തറോ ആയി എന്ന് വെച്ചിട്ട് ഒരാഴ്ചയോളം ആ യൂണിറ്റ് പഠിക്കാനൊന്നും ഇരിക്കേണ്ട. ക്ലാസ് കേട്ടു, PDF 1 time എങ്കിലും വായിച്ചു, നമ്മൾ നോട്ട് ചെയ്ത നോട്ട്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കി, എന്നിട്ട് അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ, അതായത് എന്നാണോ നിങ്ങൾക്ക് യൂണിറ്റ് തീരുന്നത് അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേന്ന് മോർണിംഗ് ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ആ ടീമിന് കൊടുക്കണം. അവരത് ഉച്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യും ഷെയർ ചെയ്യാനായിട്ട്. നമുക്ക് ഈ കോഴ്സ് മാത്രമല്ല ഉള്ളത്, വേറെയും കോഴ്സ് ഉണ്ട്. ഇപ്പൊ പല ക്ലാസ്സിന്റെയും ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ ചില ഡിലേ ഒക്കെ വരും കേട്ടോ.
കാരണം ക്ലാസ് ചിലപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ അത് അപ്ലോഡ് ആവാൻ ടൈം എടുക്കും. പിന്നെ കറണ്ട് ഇല്ല എന്നൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇൻവേർട്ടറിന് എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഡിലേ വരുന്നത്. അപ്പൊ അത് നമുക്ക് ഒരാഴ്ചക്കുള്ളത് മനസ്സിലാകും. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ചാടിക്കേറി ആൻസർ ചെയ്യണ്ട. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും PDF നല്ലപോലെ വായിച്ചെങ്കിൽ മാത്രമാണ് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF-ലുള്ളത് മാത്രമായിരിക്കില്ല, നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വരെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ ആ ഒരു രീതിയിലും വരണം എന്നില്ല. കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 10 ആകാം, ചിലപ്പോൾ 6 ആകാം. ഡിപ്പെൻസ് നമ്മുടെ യൂണിറ്റിന്റെ കണ്ടന്റ്സ് അനുസരിച്ച്. ഓക്കെ, നമുക്കെന്നാ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാം. ഞാനതൊന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പൊ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് മനസ്സിലായി. വെൽനസിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു, നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. അതിൽ ആവശ്യമുള്ളത് മാത്രം വായിച്ച്. വെൽനസിന്റെ PDF-ല് 8 ഡയമെൻഷൻസേ ഉള്ളൂ വെൽനസിന്. പക്ഷെ മാം ഇന്നലെ പറഞ്ഞത് 10 ഡയമെൻഷൻസ് ആയിരുന്നു. ഞാൻ തന്ന ലിങ്കില് 10 ഇല്ലേ? നോട്ട് ചെയ്താ പോരെ, മറ്റേത് മതി മതി. കാരണം എന്താന്ന് വെച്ചാല് എന്നോട് ആരോ ചോദിച്ചു ആ ഡീറ്റെയിൽസ് ഒന്ന്, നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാമോ. ഞാൻ നോട്ട്സ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ലിങ്ക് സേവ് ചെയ്ത് സൂക്ഷിച്ചേക്കുക. എന്നിട്ട് ഞാൻ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്റെ നോട്ട്ബുക്കിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കും. അത് പക്ഷെ വേറെ ആൾ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. നമുക്ക് ക്ലാസ് നോട്ട്സ് പോലെ ഞാനിങ്ങനെ എഴുതി വെച്ചത്. പക്ഷെ അറിയാലോ, നമ്മൾ ഓരോരുത്തരും ഷോർട്ടായിട്ട് നോട്ട് എഴുതുമല്ലോ. അപ്പൊ നമുക്കത് മനസ്സിലാവും, വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ ഞാൻ ലിങ്ക് അയച്ചതാ, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ വേണ്ടത് അത് അതിൽ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ കൾച്ചറൽ ക്ലൈമറ്റ് വെൽനസ് ഒക്കെ ഇപ്പോഴാണ് ആഡ് ചെയ്ത് വന്നത്. 10 ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ തന്ന ലിങ്കിനകത്തൊരു പിക്ചർ ഉണ്ട്. പിക്ചറിൽ 8 ആണെന്ന് തോന്നുന്നുള്ളത്. ശരിയാണോ? അതെ, 8 ആണുള്ളത്. പക്ഷെ നമ്മളുടെ ആ നോട്ടിനകത്ത് 10 വരും. മാം പറഞ്ഞ 10 ഉണ്ട്. കൾച്ചറലും ക്ലൈമറ്റും എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അറിയാലോ, നമ്മളിങ്ങനെ കാലങ്ങൾ കഴിയും തോറും നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആഡ് ചെയ്ത് പോവാം. മേ ബി കുറച്ച് കഴിയുമ്പോൾ 10 പകരം 12 ആകാം. ഡിപ്പെൻസ്. ഇതുവരെ ഉള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ 10. ഓക്കെ, നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഫസ്റ്റ് യൂണിറ്റ് നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3 കോർണർ അല്ലെങ്കിൽ 3 സൈഡാണ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത്, വെൽനസ്. അത് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലേക്കും കൊണ്ടുവന്നു, നമ്മുടെ സൊസൈറ്റീനെ കണക്ട് ചെയ്തു, നമ്മുടെ ഫാമിലിയെ കണക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാട്ടോ. എടുത്തു വയ്ക്കും. മാം, ഈ എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസേഴ്സ് പാരഗ്രാഫ് ആയിട്ട് ചെയ്യണോ അതോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്താൽ മതി? മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 1 വേർഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഇന്നൊരു യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ വന്നില്ലേ? അതെ, ആ ഒരു മോഡൽ തന്നെ ആയിരിക്കും മിക്കവാറും. ഇതുവരെ മാറ്റങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ മാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. രണ്ടും നല്ല രീതിയിൽ കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. ഹൈജീൻ അല്ലാത്ത ഒരു സറൗണ്ടിങ്സിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. ഹൈജീൻ അല്ലാത്ത സറൗണ്ടിങ്സിലാണെങ്കിൽ അസുഖങ്ങൾ വരും. ഓക്കെ, സോ ഹെൽത്തും ഹൈജീനും വളരെയധികം കോറിലേറ്റഡ് ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടുള്ള ആവശ്യമാണ് അല്ലെ. കാരണം നമുക്ക് എപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആകെ നമ്മൾ ഡൗൺ ആവും, ഫിസിക്കലി ഡൗൺ ആവും. മെഡിസിൻസ് കഴിക്കുമ്പോൾ ചിലർക്ക് മെഡിസിൻസിന് അലർജി, സൈഡ് എഫക്ട്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒട്ടും ആഗ്രഹിക്കില്ല അസുഖങ്ങൾ വരാൻ. അപ്പൊ അസുഖം വരാതിരിക്കാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ഇന്നലെ ആരോ പറഞ്ഞു ഹെൽത്ത് റിലേറ്റഡ്.
പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു ആക്ടിവിറ്റി പറഞ്ഞത് ഞാൻ മറന്നുപോയി നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടാനായിട്ട്. ഏതായിരുന്നു ആക്ടിവിറ്റി എന്നറിയുമോ? എനിക്ക് മെസ്സേജ് സിജി ജോസ് എനിക്ക് മെസ്സേജ് ചെയ്ത് എന്നെ റിമൈൻഡ് ചെയ്തു. താങ്ക് യു സിജി, താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ രാവിലെ തന്നെ അതിടണം. കാരണം ഉച്ച കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കാര്യമില്ല, മോർണിംഗിലേ അവരത് ഇടുള്ളൂ. അപ്പൊ നാളെ രാവിലെ തന്നെ അത് വരും. ഓക്കെ. അപ്പൊ ഹെൽത്ത് ഒരു നെസസറി കണ്ടീഷൻ ആണ്. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ തന്നെയാണ് നമുക്ക് ഇഷ്ടം. അസുഖങ്ങളുടെ അവസ്ഥ നമുക്ക് ഒരു താല്പര്യമില്ല, അല്ലെ? അപ്പൊ അത് കുഞ്ഞു കുട്ടികളുടെ കാര്യം വരുമ്പോൾ, ചെറിയ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമുക്കറിയാം, ചെറിയ ബേബീസ്, മന്ത്സ് മാത്രമുള്ള ബേബീസ്, അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അമ്മമാര് ആ വീട്ടിലുള്ളവരൊക്കെ എത്ര വിഷമിക്കും, അല്ലെ? അവർക്ക് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ കൊടുത്തിട്ട് വരുന്ന ദിവസം ഭയങ്കര വിഷമാണ്. വീട്ടിലുള്ളവർക്കെല്ലാം കരച്ചിലും പനി വരലും ഒക്കെയാണ്. അത് അതിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അതായത് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി വളരും. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പം എല്ലാവരും അഡൾട്ടായി, 20+ ആയവരുണ്ടാവും നമ്മളുടെ കൂടെ. അതുപോലെ തന്നെ 20+2 കഴിഞ്ഞ ആ ഏജിലുള്ള നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിന്നെ 30+ ആയവരുണ്ടാവും, 40+ ആയവരുണ്ടാവും. ഞാനൊക്കെ 40+ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു, എന്റെ ശരീരത്തിന്റെ ഹൈറ്റ് അതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് മാത്രമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറി നടക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്റെ കോഗ്നിറ്റീവ്, എന്റെ ബുദ്ധിയുടെ ഡെവലപ്മെന്റും കഴിഞ്ഞു. പക്ഷെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം, അറിവ് കൂട്ടാം, എന്റെ നോളജ് ലെവൽ കൂട്ടാം. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ആളുകളുമായി സോഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും സോഷ്യലൈസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്ന് ഇതുപോലെ ക്ലാസ് തരാൻ പറ്റില്ല. അപ്പോൾ ആസ് എ ഫെസിലിറ്റേറ്റർ, ഞാൻ ടീച്ചർ എന്നുള്ള വേർഡിനേക്കാളും ഫെസിലിറ്റേറ്റർ എന്നുള്ള വേർഡാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെല്ലാരും ഫ്യൂച്ചർ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആവാൻ പോവാണ്. ഫെസിലിറ്റേറ്റർ എന്താ? വൺ ഹൂ ഗൈഡ്സ്, അതായത് വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. അല്ലാതെ ബ്ലാക്ക് ബോർഡിന്റെ അടുത്ത് ചുരുളുമായി നിന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല. നമ്മുടെ സാധാരണ രീതിയിലുള്ള പഠിപ്പിക്കലല്ല. വഴി കാണിച്ച് കൂടെ ഇങ്ങനെ പോകും. കുട്ടി അറിയാതെ തന്നെ പഠിക്കുന്നു. അതാണ് ഫെസിലിറ്റേറ്റർ എന്നുള്ള ആളുടെ ഗുണം. ഓക്കെ. അപ്പൊ എന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കോഗ്നിറ്റീവും ഏകദേശമായി. പക്ഷെ നോളജ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് സോഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ഞാനിപ്പോ സോഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം എന്റെ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 ബാച്ചും കൂടെ ഏകദേശം 300ഓളം കുട്ടികളുണ്ട്. 300 കുട്ടികളുടെ ഒരു മെസ്സേജ് എങ്കിലും ഉണ്ടാവും. ആ ഒരു ഫുൾ അങ്ങനെ നീളത്തിൽ ഇങ്ങനെ കാണും. എനിക്ക് പലപ്പോഴും ചിലപ്പോൾ സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കും. എന്നാലും മാക്സിമം ഞാൻ മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ നോക്കും. അത് സോഷ്യലൈസ് ചെയ്യുന്നതാണ്, അല്ലെ? അതിന്റെ ഒപ്പം തന്നെ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകും, അവരുടെ കൂടെ അങ്ങനെ ഫങ്ഷൻസ് വരുമ്പോൾ അവിടെ പോകുന്നു, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പൊ അവിടെ സോഷ്യൽ ഡെവലപ്മെന്റ് അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉള്ളത് തന്നെയാണ്. കുട്ടി എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഇതിലൂടെയും അത് കടന്നു പോകും. ഫിസിക്കൽ, കുട്ടിക്ക് ശരീരം ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് നടത്തണം. കുട്ടി ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയി പോകും, അല്ലെ? ഉൾവലിഞ്ഞ പ്രകൃതക്കാരാവും എന്ന് പറയില്ലേ ചില കുട്ടികൾ. അവർ കുറച്ചൊരു ഏജ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും അവർ ആളുകളുമായിട്ട് കുറച്ചധികം മിങ്കിൾ ചെയ്യുന്നത്. ചിലപ്പോൾ ആൺകുട്ടികള് പെൺകുട്ടികളോട് മിണ്ടാൻ ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഏജ് കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ പെൺകുട്ടികൾ അതുപോലെ തന്നെ, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് അവരെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറി അവർ കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഓരോ വളർച്ചയിലും ഇതെല്ലാം നടക്കുവാണ്. ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി റിലേറ്റഡ് ആണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, മനസ്സിലാക്കുക, അതെല്ലാമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ 3 ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെയാണ് മെയിൻ ആയിട്ടും കുട്ടികൾ കടന്നു പോകുന്നത്. ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്. ഓക്കെ. ഇവിടെ അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓറിയന്റഡ്. ചെറിയ കുട്ടികളില്, ഇൻഫൻസ്, ബേബീസ്, കുഞ്ഞു കുട്ടികളില് അവരിൽ വരുന്ന മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്,
അവര് എന്താ പറയാ നമുക്കറിയാം 3 മാസം ആകുമ്പോൾ കമിഴ്ന്ന് വീഴുന്നു, തല പൊക്കി പിടിക്കുന്നു, ഇരിക്കാൻ ശ്രമിക്കുന്നു, എവിടെയെങ്കിലും കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നു, എഴയാൻ നോക്കുന്നു, എഴഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇരിക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ ശ്രമിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു, അങ്ങനെ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇപ്പൊ ബേബീസ് വീട്ടിലുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ അല്ലെ. അങ്ങനെ അവരുടെ മോട്ടോർ സ്കിൽസ്, അവരുടെ ശരീരത്തിനുണ്ടാകുന്ന മൂവ്മെന്റ്, ആ ചേഞ്ചസിനെയാണ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഈ മോട്ടോർ സ്കില്ല് തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കിൽ, GROSS ആണ് ഗ്രോസ് മോട്ടോർ സ്കിൽ, MOTOR മോട്ടർ. മോട്ടർ എന്ന് പറയില്ലേ, എപ്പോഴും മൂവ് ചെയ്യുന്ന സാധനമല്ലേ മോട്ടർ എന്ന് പറയുന്നത്, വണ്ടിയുടെ മോട്ടർ, അതുപോലെ തന്നെ ഏതെങ്കിലും മെഷീന്റെ മോട്ടർ, അങ്ങനെ അതൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ കുട്ടികളുടെ മൂവ്മെന്റ്സിന്, അവരുടെ ആ മൂവ്മെന്റ് ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് മോട്ടോർ സ്കിൽ, MOTOR. അത് 2 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ടും, ഗ്രോസ് ആൻഡ് ഫൈൻ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ GROSS, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഇതൊക്കെ നോട്ട് ചെയ്യണം, ഇത് നിങ്ങളുടെ PDF ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ ഇങ്ങനെ എഴഞ്ഞു നടക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ടിലെഴഞ്ഞൊക്കെ പോകുമ്പോഴേക്കും നിലത്ത് എന്തെങ്കിലുമൊക്കെ കിടക്കുവാന്ന് വിചാരിച്ചു, അവരുടെ ടോയ്സ് ആയാലും മതി, എന്തെങ്കിലും കിടക്കുവാണെങ്കിൽ അത് അവര് എടുക്കുന്നു, എന്തെങ്കിലും സാധനം ലിഫ്റ്റ് ചെയ്യുന്നു. ആ സ്കില്ലാണ് ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് മോട്ടോർ സ്കിൽ. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം ഫൈൻ FINE ആണ്, ഗ്രോസ് GROSS ആണ്. ഓക്കെ, ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പേന ഞാൻ എടുത്തു, സോ ലിഫ്റ്റ്, ഞാൻ ഇത് എടുത്തു, ഗ്രോസ് മോട്ടോർ സ്കിൽ. പക്ഷെ ഇത് എത്ര സമയം എനിക്കിത് എന്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അത് എനിക്കിത് കൈ വേദന എടുക്കുന്നവരെയും കൈ കഴിക്കുന്നവരെ എനിക്കിത് പിടിക്കാൻ പറ്റുന്നു അല്ലെ, അതാണ് ഫൈൻ മോട്ടോർ സ്കിൽ. അത് എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അതാണ് ഫൈൻ. കൊച്ചു കുട്ടികൾക്ക് അത് ചിലപ്പം കുറച്ച് സമയം അവരുടെ കയ്യിലിരുന്ന് കഴിയുമ്പോൾ ആ താഴേക്ക് അത് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് ഫൈൻ പറയുന്നത്. ഇത് 2 ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു, ഗ്രോസ് ആൻഡ് ഫൈൻ. കുട്ടികളുടെ ഡെവലപ്മെന്റിലെ മൂവ്മെന്റ്സ് റിലേറ്റഡ് ആണ് ഗ്രോസും ഫൈനും, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലിഫ്റ്റ് സംതിങ്, എന്തെങ്കിലും സാധനം എടുക്കാൻ പറ്റുന്ന അവരുടെ സ്കില്ല്. എടുത്തു കഴിഞ്ഞിട്ട് അത് കുറച്ച് സമയം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഫൈൻ മോട്ടോർ സ്കിൽ. ഓക്കെ, കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഇത് 2 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെയാണ് കുട്ടി പ്രധാനമായിട്ടും പോകുന്നത്, ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്. സൈക്കോമോട്ടർ മൂവ്മെന്റ് റിലേറ്റഡ് നമ്മളത് ഗ്രോസ് ഫൈനിങ് എല്ലാം പറഞ്ഞു. പിന്നെ കുറച്ചുകൂടെ വലുതാവുമ്പോൾ കുട്ടിക്ക് ഒരു ബോൾ എടുത്തെറിയാനും ബോള് പിടിക്കാനും അതിന് ബ്ലോക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റും അല്ലെ. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഒരു അരിസ്റ്റോട്ടിലിന്റെ ഒരു ഫ്രേസ് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്. സൗണ്ട് മൈൻഡ് ഇൻ ആരോ മ്യൂട്ടാണ്, അംജദ ലത്തീഫ് ഒന്ന് അൺമ്യൂട്ടാണ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. സോ അരിസ്റ്റോട്ടിൽ, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്, നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ അംജദ, സോറി അതിന്റെ ആവശ്യമില്ല, അറിയാണ്ട് പറ്റണല്ലേ. എന്താ പറയാ, ഗ്രീക്ക് ഫിലോസഫർ, അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി, ധാരാളം, പല പല കാര്യങ്ങളിൽ അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് ഫിലോസഫർ ആണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതായത് ഒരു ഹെൽത്തി മൈൻഡിൽ ഒരു ഹെൽത്തി ബോഡിയിലായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളുടെ മനസ്സും ബാധിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ശരീരത്തിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അപ്പം ഭയങ്കര ടെൻഷൻ വരുമ്പോൾ അതെനിക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ആയിട്ട് എനിക്ക് ഉണ്ടാവുന്നത് എന്താണ്? സിവിയർ ഹെഡേക്ക്.
ചിലർക്ക് അങ്ങനെയില്ലേ, ടെൻഷൻ വരുമ്പോൾ ഹെഡേക്ക് വരും, ഹെഡേക്ക് വരുന്നു. അപ്പൊ ശരിക്കും നമ്മളുടെ മനസ്സിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ആയിട്ടുള്ളൂ, സെക്കൻഡ് പാരഗ്രാഫിലേക്ക് ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഞാനത് ഒരു എക്സാമ്പിൾ പറയാം. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ എന്തുണ്ടാവുമോ അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിലൂടെ വരും. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, പരീക്ഷ ടൈം ആകുമ്പോഴേക്കും അവർക്ക് അങ്ങ് പേടി, ടെൻഷൻ, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ വോമിറ്റിങ്. അവർക്ക് മനസ്സിലുണ്ടായ ബുദ്ധിമുട്ട് ശരീരത്തിലൂടെ റിഫ്ലക്ട് ചെയ്യുക. ചിലപ്പോ ടോയ്ലറ്റിലൊരു 10 പ്രാവശ്യം പോയിട്ട് അവരിറങ്ങും അല്ലെ, ടെൻഷൻ വരുമ്പോൾ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾക്ക് മാനസികമായൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നമ്മുടെ ബോഡിയിലൂടെ റിഫ്ലക്ട് ചെയ്യുവാണ്. വയറുവേദനയായിട്ടും തലവേദനയായിട്ടും വോമിറ്റിംഗ് ആയിട്ടും ഒക്കെ റിഫ്ലക്ട് ചെയ്യാം. നമ്മുടെ ബോഡിക്കകത്ത് കെമിക്കൽ ആക്ഷൻസ് ബാലൻസ് ആകാതെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ മനസ്സ് നല്ല ശാന്തമായി സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ബോഡിയും ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം. അരിസ്റ്റോട്ടിൽസ് മാക്സിം എന്നൊരു വാക്കുണ്ട്. മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തത്വം, പ്രിൻസിപ്പിൾ ഒക്കെ അതൊക്കെയാണ്. ഒരാളൊരു കാര്യം ഇങ്ങനെ പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ, അയാൾ പറഞ്ഞൊരു തത്വചിന്ത, അങ്ങനെ നമ്മൾ കോട്സ് എന്നൊക്കെ പറയില്ലേ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോട്സ്, അതെല്ലാമാണ്. അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അത് സ്റ്റിൽ ആക്സെപ്റ്റബിൾ ആണ്. മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഐഷ പ്ലീസ് മ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മൾക്ക് ഒരു ഫിസിക്കൽ ആക്ഷൻ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് മെന്റൽ ആക്ടിവിറ്റിയുടെ റിസൾട്ടാണ്. അതാണ് സൈക്കോ മോട്ടർ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഒരു റിസൾട്ടാണ്. ഒരു ഫിസിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ആക്ടിവിറ്റിയുടെ റിസൾട്ടാണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി, അതാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സുഖകരമായ ഉറക്കം അല്ലെ. ആരോഗ്യമുള്ള ഒരാൾക്കാണ് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. സോ അതുപോലെ സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ഹെൽത്തി ബോഡി. അത് പറഞ്ഞത് ആ ഒരു മാക്സിം അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ ആണ്. പല മേഖലകളിലും അദ്ദേഹത്തിന് അറിവുണ്ട്. പിന്നെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അതിപ്പോഴും ഈ ഒരു ജനറേഷനും 18th സെഞ്ചുറിയിലും മറ്റും ഉണ്ടായിരുന്ന ആളാന്ന് തോന്നുന്നു അരിസ്റ്റോട്ടില്, ഈ ഒരു ജനറേഷനിലും അത് തന്നെ ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് ആൾക്കാര് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവര് കുറച്ച് സമയം യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുന്നു അല്ലെ. പലരും ഇപ്പൊ അതിനെല്ലാം സമയം കണ്ടെത്തുന്നുണ്ട്. വെക്കേഷൻ ടൈം ആകുമ്പോൾ യാത്രകൾ ചെയ്യുന്നു, അപ്പം പിൽഗ്രിമേജ് അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അല്ലാതെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നു. അതെല്ലാം അതിന്റെ ഭാഗമാണ്. അരിസ്റ്റോട്ടില് പോളിമാത്ത് ആണ്. അപ്പൊ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാദർ തന്നെയാണ്. ഇവിടെ ഒരാൾ ഫാദർ ഓഫ് ബയോളജി എന്നും പറയാം. കാരണം അദ്ദേഹം പല വിഷയങ്ങളിൽ ഗ്രാഹ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇന്ന സബ്ജക്ട് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അയാളെ പോളിമാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓൾറെഡി നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. 10 ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരോട് ചോദിച്ച് നിങ്ങൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എക്സ്പേർട്സ് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ അത് പറഞ്ഞു പോയതാണ്. അത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു നോളജ്, നമ്മൾ ഹെൽത്തി സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചോദിക്കുന്നതെന്ന് അങ്ങനെയുള്ളവരോട് ചോദിച്ച് നമ്മൾ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്തി ആയിരിക്കാൻ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പല മീഡിയാസിൽ കൂടിയും ഈവൻ സെലിബ്രിറ്റികൾ വരെ വന്ന് ഓരോ വീഡിയോസ് ഉണ്ടാക്കി എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിപ്പ ആയിരുന്ന സമയത്തും അല്ലെങ്കിൽ ഈ മഴക്കാല രോഗങ്ങൾ വരും, മഴ വരുമ്പോഴേക്കും പല ടൈപ്പ് പനികൾ വരും. അപ്പൊ അങ്ങനെ എങ്ങനെ ഹെൽത്തി ആയിരിക്കണം. നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള അംഗൻവാടികളിലൂടെ പല ക്ലാസ്സസും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ പലപ്പോഴും അവിടെ ആൾക്കാർ പ്ലാൻ ചെയ്ത് ചില ക്ലാസ്സസ് അറേഞ്ച് ചെയ്യും.
നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അവയർനെസ് ക്ലാസ്സസ് കിട്ടും. പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഞാനൊരു 94-96 എന്റെ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ +2 ആയില്ലേ, ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ ഒരു 2 വർഷം എന്തോ കഴിഞ്ഞപ്പോ +2 ആയി തോന്നുന്നു. 96 ഞാൻ പ്രീ ഡിഗ്രി പാസ്സാവുന്നത്. ഞാനൊരു വുമൺ മാത്രമുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്, എറണാകുളത്ത് സെന്റ് ജോസഫ് കോളേജിൽ. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷനെ കുറിച്ചായിരുന്നു. ലൈക്ക് അതൊരു ഏകദേശം 40 മിനിറ്റ്സ് വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പെൺകുട്ടി മാരേജിന് മുമ്പ് പ്രഗ്നന്റ് ആവുന്നത് ബോയ് ഫ്രണ്ടിൽ നിന്ന്. അപ്പൊ അബോർട്ട് ചെയ്യാനായിട്ട് അവര് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ആ പ്രോസസ് ഡോക്ടർ പറയുന്നതും അത് വീഡിയോ കാണുക. അത് കണ്ട് എനിക്ക് തോന്നി ഞങ്ങളുടെ ബാച്ചിൽ ഒരു കുട്ടികൾ പോലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്ര പെയിൻഫുൾ ആയിരുന്നു വീഡിയോ. നമ്മുടെ ഉള്ളിലേക്ക് അത്രയും അത് ഇറങ്ങി. അങ്ങനെ അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരേപോലെ വല്ലാത്ത ഇമ്പാക്റ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരെയും അത് ബാധിച്ചു. അതുപോലുള്ള അപ്പൊ അതിനെ കുറിച്ച് ഓക്കെ, വെരി ഗുഡ്. അവിടെ മെസ്സേജ് വരുന്നു. സെന്റ് ജോസഫിലാണ് പഠിച്ചത് ഞാൻ. 2 ഇയേഴ്സ് സെന്റ് ജോസഫിലായിരുന്നു, പ്രീ ഡിഗ്രി മാത്രം. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് തന്നൊരു ഇൻഫർമേഷൻ. ഗേൾസ് മാത്രമുള്ളൊരു കോളേജുമാണല്ലോ. അപ്പൊ അങ്ങനെ അത് ശരിക്കും ഇപ്പോഴും എത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ എവിടെയും ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ കുട്ടികളോട് ഈ ഒരു ഇതിന്റെ കാര്യം പറയുക. അതൊക്കെ അന്ന് കിട്ടിയ ആ ഒരു അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കൈകളിലേക്ക് വരുന്നത് 4 ഇയേഴ്സ് തുടങ്ങിയുള്ള കുട്ടികളാണ്. അവരില് ഏറ്റവും നന്നായിട്ട് നമുക്ക് അവരുടെ നല്ല ഹാബിറ്റ്സ് അവരിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. ഗുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ്, പിന്നെ ഹൈജീൻ ആയിട്ടിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ഹൈജീൻ ആയിരുന്നാൽ എന്തെല്ലാം അത് കുട്ടികളിൽ എത്തുമ്പോൾ, കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് കിട്ടുന്നതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചറിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ അവരുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞിരിക്കും. അതവർ വീട്ടിൽ ചെന്ന് പറയും. വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വീട്ടിലെ പാരന്റ്സ് കേൾക്കുന്നു, ഗ്രാൻഡ് പാരന്റ്സ് കേൾക്കുന്നു, വീട്ടിലുള്ളവർ. അങ്ങനെ ഓരോ കുട്ടിയും അവരുടെ വീട്ടിൽ ചെന്ന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ശരിയായ നല്ല ഇൻഫർമേഷൻ ആകുമ്പോഴേക്കും അത് സൊസൈറ്റിയിൽ തന്നെ നല്ല ചേഞ്ചസ് വരുത്തും. അപ്പം വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഹൈജീനിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടി തന്നെ പോയിന്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഈ പറയുന്ന മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു റോളാണ് കുട്ടിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞു ഹെൽത്തും ഹൈജീനും ഒരേപോലെ യൂസ് ചെയ്യുന്ന 2 വേർഡാണ്. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹെൽത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹൈജീൻ എന്നുള്ളത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒരു ഗ്രീക്ക് ഗോഡസിന്റെ പേരിൽ നിന്നാണ്. ഹീലിംഗ് എന്നാണ് അതിന്റെ മീനിങ്. മീൻസ് ഹെൽത്ത് തന്നെയാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പൊ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സ് അവരിൽ തന്നെ വളരും. ഓക്കെ, അത് സൊസൈറ്റിയിലേക്ക് മാറും. ഇപ്പൊ ഒരു ഗ്രൂപ്പ് 30 കുട്ടികൾ ഒരു ക്ലാസ്സിൽ നമുക്കുണ്ട്. നമ്മൾ അവർക്ക് നല്ല ഇൻഫർമേഷൻസ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹാബിറ്റ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഈ 30 കുട്ടികളും 30 ഫാമിലിയിലേക്ക് പോകുന്നവരായിരിക്കും. അത് ഒരു സൊസൈറ്റിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്താ തമ്മിലുള്ള കണക്ഷൻ? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ ഉള്ളിൽ വരും ഹൈജീൻ. ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, അങ്ങനെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരും. അപ്പം കുട്ടികളിലേക്ക് ഈ ഹെൽത്ത്, ഹൈജീൻ, ഗുഡ് ഹാബിറ്റ്സ് പാസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഉള്ളിലുണ്ട്. കാരണം പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികളിലാണ് ഗുഡ് ഹാബിറ്റ്സ്, അവർ ആ ഒരു ഏജിൽ അവർ പഠിക്കുന്ന ഗുഡ് ഹാബിറ്റ്സ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ നല്ല രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കും. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിനു മുമ്പ് 2 പേര് റെഡി ആയിട്ട് വരണം. ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എല്ലാവരെ കൊണ്ടും ചെയ്യിക്കാനായിട്ട് പറ്റില്ല. അത്രയും നമ്പർ ഓഫ് കുട്ടികൾ ഇവിടെ ഉണ്ട്. 169 സ്റ്റുഡൻസ് ഉണ്ട്. 171 ഒരാൾ ഞാനും ഒരാൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ്. 169 കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള സമയമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടില് നിങ്ങൾക്ക് ആരാ കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുമായിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യണം. ഞാൻ പറഞ്ഞ വേർഡ് ആക്ടിവിറ്റി, ആൽഫബറ്റ്സിന്റെ വേർഡ് ആക്ടിവിറ്റി എന്താണ്?
ഫസ്റ്റ് ലെറ്റർ വേർഡ് ആയിരുന്നില്ലേ? അതായത് എ കൊണ്ട് 25 വേർഡ്സ്, ബി വെച്ചിട്ട് 25 വേർഡ്സ്, അങ്ങനെയായിരുന്നില്ലേ? അതായത് സ്റ്റാർട്ടിങ് ലെറ്റർ വെച്ചിട്ടായിരുന്നു അല്ലെ? ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ലെറ്റർ ആക്ടിവിറ്റിയാണ്. ഇപ്പം ഒരാള് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഒരാൾ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ലെറ്റർ എൽ അല്ലേ? ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് അടുത്ത ആള് വേർഡ് പറയണം. അയാള് പറയുന്ന അത് വെച്ച് ഇതിന്റെ ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് അടുത്ത ആള് പറയണം. അവിടെ വേർഡ് പവർ ഇംപ്രൂവ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശരി, ആലോചിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇത് വീട്ടിലുള്ള ആരെങ്കിലുമായിട്ട് ചെയ്യണം. ഇപ്പൊ നമുക്കൊരു 5 മിനിറ്റ്സോ 3 മിനിറ്റ്സോ എടുത്തിട്ട് ആരെങ്കിലും 2 പേരൊന്ന് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നത് പറയട്ടെ, എല്ലാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. സോ ആരെങ്കിലും 2 പേര് റെഡി ആയിട്ട് വന്നോളൂ. അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആരൊക്കെയോ റെഡിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ തീരുമാനിച്ചു, ഞാൻ ആരെയും വിളിക്കില്ല. യെസ് യെസ്, റെഡിയാണ്. ഓക്കെ. അതാരായിരുന്നു? റെഡിയാണ് മാം. റെഡിയാണ് മാം. ഞാൻ കുറേ റെഡി റെഡി എല്ലാവരും റെഡിയാണ്. ഓക്കെ. ആരെങ്കിലും 5 മാം ചൂസ് ചെയ്യുന്നു. ഞാൻ ചൂസ് ചെയ്യണം. മാം ചൂസ് ചെയ്തോളൂ. മഹേശ്വരി ദേവി ഹാൻഡ് റൈസ് ചെയ്യും. ഒരാള്. സെക്കൻഡ് വൺ അഞ്ജു എന്ന് ഞാനൊരു പേര് കണ്ടിരുന്നു. ഓക്കെ മാം. ഞാൻ മ്യൂട്ട് ചെയ്യാം. ഇവര് 2 പേരും മാത്രം അൺമ്യൂട്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരെ ഫസ്റ്റ്? അതും കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. ഹലോ മാം. മാം എനിക്ക് പറയുന്നത് എക്കോ കേൾക്കുന്നുണ്ട്. പറയുന്നതിന്റെ എല്ലാം എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. ആണോ? ഇത് വെച്ചിട്ടാണോ ചെയ്യുന്നത്? ബ്ലൂടൂത്ത് ആണോ? ഹെഡ്ഫോൺ ആണോ? ഞാൻ ഹെഡ്ഫോണാണ് മാം വെച്ചിരിക്കുന്നത്. എപ്പം വരാത്ത ആരുടെയെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പൊ കുഴപ്പമില്ല മാം. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. നൈസ്. ലൈറ്റ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ലൈറ്റ്, കേൾക്കുന്നുണ്ട്. 10 നെയിം, ഓ elephant ടൈം, eagle എനിമി, ഇയർ, റാറ്റ്, tree കേട്ടില്ല. tree ട്രീ, ഈഗിൾ, ഇയർ, പറഞ്ഞു. എലിഫന്റ്, ടോർച്ച്, ഹാറ്റ്, ടച്ച്, ഹാറ്റ്, pardon, hat, ഹാറ്റ്, tomato, ഓറഞ്ച്, earth, heart, ടോട്ടോയിസ്,
Solo. Solo. ടോട്ടോയ്സിന്റെ ലാസ്റ്റ് ഇ അല്ലേ? ആരോ അതിൻ്റെ ഇടയ്ക്ക് വേറെന്തോ പറഞ്ഞു. ടോട്ടോയ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോ സോളോ ആണ് Solo അപ്പൊ ഈ ആണോ? ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല മാം, സോറി. ഓക്കെ. End. ഡോങ്കി. Yak. കൈറ്റ്. Ah, കൈറ്റ്. kite. Okay. Kite. Town. Town. ഓക്കെ, ഫൈൻ. നമുക്കൊരു ഒബ്സർവർ തേർഡ് പേഴ്സൺ എന്നുള്ള നോട്ട് ചെയ്തോളൂ കേട്ടോ. തേർഡ് പേഴ്സൺ എന്നുള്ള ഒരു ഒബ്സർവർ വേണമായിരുന്നു. ഇവിടെ ഒരാൾ കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്തു. ടോട്ടോയിസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് ലെറ്റർ ഇ ആണെന്ന് ആ രീതിയിൽ നമുക്കൊരു ഒബ്സർവറും കൂടെ വേണമായിരുന്നു. നെക്സ്റ്റ് ഇതുപോലുള്ള ആക്ടിവിറ്റിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം, കുട്ടികളുമായിട്ട് കളിക്കാം. കുട്ടികൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വെക്കേഷൻ സമയത്ത് അവര് TV കുറെ നേരം നോക്കുന്നു, മൊബൈലിൽ കളിക്കുന്നു, ഇങ്ങനത്തെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റീവ് ആയിട്ട് പല ഗെയിംസും കണ്ടുപിടിക്കാം ഇതുപോലുള്ളത് വെച്ചിട്ട്. ഓക്കെ, എല്ലാവരും വേണ്ടിയ പ്രസന്റേഷൻ ഞാനൊന്ന് മാറ്റിയായിരുന്നു. ഓൾറെഡി പ്ലേയിങ് അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞു സിജി പറയുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാം ഇതുപോലുള്ളത് കേട്ടോ. ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഇതൊരു ആക്ടിവിറ്റിയാണ്. സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. ഇതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പോയിന്റ്സ് ഉണ്ടാകും. 6 പോയിന്റ്സ് ഒന്ന് എല്ലാവരും ഒരു മെഡിറ്റേഷൻ പോലെ മനസ്സിലൊന്ന് വായിക്കുക. നമുക്ക് തിരിച്ചു വരാം. വായിച്ചു. ഓക്കെ മാഡം, വായിച്ചു. എല്ലാവരും വായിച്ചല്ലോ അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് എന്താന്നാ ചോദിക്കുന്നത്. സ്കൂളുകളിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ചില കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പല ഫീൽഡിലും അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു ചടങ്ങ് പോലെ ചെയ്യാതെ അത് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പ്രോപ്പർ അവരുടെ ഗ്രോത്തിനും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കുക. അത് ത്രൂ പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ അഷുറൻസ് ഓഫ്, അതായത് അവർക്ക് നല്ല ശുദ്ധമായ വെള്ളം, ഫ്രഷ് എയർ, ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, അതുപോലെ കറക്റ്റ് സമയത്ത് റെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എക്സസൈസ് അവർ ചെയ്യുന്നു. ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒബിസിറ്റി, അമിതവണ്ണം വരാൻ ചാൻസ് ഉണ്ട്. ദുർമേധസ് എന്നൊക്കെ പറയില്ലേ,
റിക്രിയേഷൻ, അവർ വിനോദങ്ങളിൽ ഏർപ്പെടുക, മ്യൂസിക്, ഡാൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ്, അങ്ങനെയുള്ള കളികളിലെല്ലാം ഏർപ്പെടുക. പിന്നെ നല്ല ഉറക്കം, അതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് അഷ്വർ ചെയ്യണം. കുട്ടികളോട് നമുക്ക് ചോദിക്കാം, എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അവധി ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഫ്രീ ടൈമിൽ എന്തെല്ലാം ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവർ കൂടുതൽ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വഴിതിരിച്ചു വിടാം. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ഫാമിലിക്കും അതിന് ആ രീതിയിൽ അവയർനെസ് കൊടുക്കാം. ഫാമിലി എല്ലാം കൂടെ ചേർന്നിരുന്ന് ചെയ്യാൻ പറ്റും. അന്താക്ഷരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യാറില്ലേ, ഡംഷറാർട്സ് അങ്ങനെയുള്ള ചില കളികളൊക്കെ ആളുകള് വീടുകളിൽ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ കുട്ടികളുടെ ഫിസിക്കൽ എക്സസൈസ്, ഇപ്പൊ അവർ ഓടിക്കളിക്കണം, അതൊക്കെ അവരുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരും. അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഏജിനേക്കാൾ കൂടുതൽ ഓവർ വെയിറ്റ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് കുട്ടി പോകാം. അത് വേറെ പല അസുഖങ്ങൾ വരുത്തും. അപ്പൊ അതിന് ആ അഷുറൻസ് അതെല്ലാം കുട്ടിക്ക് പ്രോപ്പറായി കിട്ടുന്നുണ്ടോ. പിന്നെ ബാഡ് ഹാബിറ്റ്സ്, അതായത് കുറച്ചുകൂടി ടീനേജ് ആ ഒരു ഏജിലേക്ക് വരുമ്പോൾ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുന്നത്, അതെല്ലാം അവരുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളൊരു അവയർനെസ് കുട്ടികളിലേക്ക് വരണം. പിന്നെ അത് ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല മെന്റൽ ഡാമേജ് ഉണ്ടാക്കും അല്ലെ. ഈ ഡ്രഗ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റ് മൈൻഡ് ആയിരിക്കും, ആളുകളെ തിരിച്ചറിയില്ല. പലപ്പോഴും അങ്ങനെയുള്ള കേസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഡ്രഗ്സ് എടുക്കുന്ന കുട്ടികൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഡ്രഗ്സിന്റെ ഇത് വിട്ട് കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയണം അവർ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന്. പിന്നെ ആ ഒരു ഇതില് സൂയിസൈഡിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ടീനേജുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മെന്റൽ ഡാമേജ് അത് ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, അതൊരു സൊസൈറ്റിയിലേക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പല അസുഖങ്ങളെ കുറിച്ച് സൗണ്ട് കുറവാണോ? ആണല്ലോ, വളരെ ഫീബിൾ ആയിട്ടാണോ കേൾക്കുന്നത്? സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ട്. ഇപ്പൊ ഉണ്ട്, സോറി. അപ്പൊ നമുക്ക് അസുഖങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കണം. അത് വരാതിരിക്കാൻ എന്തെല്ലാം മെത്തേഡ്സ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. കൊച്ചു കുട്ടികളിലേക്ക് ആ ഒരു അവയർനെസ് എത്തുക എന്ന് പറഞ്ഞാല് ചിലപ്പം അവർക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ പാരന്റ്സിന് അതിനുള്ള അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാം. നമ്മുടെ അംഗൻവാടികളിലൊക്കെ നടക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഞാൻ തരുവാണ്, സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, ആക്ടിവിറ്റിയാണ്, സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ്. ഓക്കെ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗൻവാടികളിൽ, അത് ഇപ്പൊ വേണമെന്നില്ല, ഈ ഒരു ചാപ്റ്ററും 3rd ചാപ്റ്റർ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടും, കുറെ ഡേറ്റാസ് കിട്ടും. അംഗൻവാടികളിൽ പോയിട്ട് അവിടുത്തെ ടീച്ചറുമായിട്ടൊക്കെ ഒരടുത്ത ബന്ധം ഉണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ ആരെങ്കിലും അംഗൻവാടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പറയും, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറയും. എന്തായാലും അവിടുത്തെ ടീച്ചർ സമ്മതിക്കാതിരിക്കില്ല. കാരണം വെച്ചാൽ അവിടെ ഇങ്ങനെ ക്ലാസ്സസ് വെക്കണം, ടീനേജ് ആ ഏരിയയിലുള്ള ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വെക്കണം, അമ്മമാർക്കും വേണ്ടിയിട്ടൊക്കെ വെക്കാനായിരിക്കും ടീച്ചർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഹെൽത്തും അതിന്റെ ഇമ്പോർട്ടൻസും, ഹൈജീൻ ആയിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഫിസിക്കൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്, ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കുന്നതും അതും, പിന്നെ വെൽനസ്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം, അതിനെ കുറിച്ചാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. ആ ഭക്ഷണങ്ങൾ വേണ്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഡെഫിഷ്യൻസി, കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഈ 3 യൂണിറ്റ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പറയാ, നല്ലൊരു ഡേറ്റ കിട്ടും, ഹെൽത്തിനെ കുറിച്ചും ഉള്ള ഡേറ്റ കിട്ടും. ക്ലാസ് എടുക്കാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് എടുക്കാൻ, നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അംഗൻവാടികളിൽ പോയി ചോദിക്കും, ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ അതിന് പാരന്റ്സിനും കൊടുക്കാം. ആ ഒരു ഏരിയയിലെ കൗമാരക്കാരായ കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ വെക്കേഷൻ അല്ലേ, അംഗൻവാടിയൊക്കെ പൂട്ടിയേക്കുവാണ് തുറക്കുന്ന സമയത്ത്. അവിടെ അംഗൻവാടിയിൽ വരുന്നത് ചെറിയ കുട്ടികളല്ലേ, 6 വയസ്സുള്ള, അവർക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ ലെവലിലേക്ക് ചെന്ന് ചെറിയ കളികളിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പാരന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള ഡേറ്റാസ് വേണം, നമ്മൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു ആക്ടിവിറ്റി ആയിട്ട് മനസ്സിൽ ഓർത്തോളൂ. ഞാനത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്
ഗ്രൂപ്പിലിടാം. SCG, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. അത് അഡോളസന്റ് ഗ്രൂപ്പിലേക്ക് നല്ല രീതിയിൽ എത്താം. ചെറിയ കുട്ടികളിൽ അത് പറഞ്ഞു കൊടുക്കാം. കാരണം അവർക്ക് മനസ്സിലാകും, അവർക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടുകളില്, ഇന്റേണൽ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹൈജീൻ ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ഹൈജീൻ, ഒരു വീട് നല്ല ഹൈജീൻ ആണ്, വീടിന്റെ സറൗണ്ടിങ്സും ഹൈജീൻ ആണെങ്കിൽ എല്ലാ വീടുകളും അതുപോലെയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില ഓപ്പൺ സ്പേസസിൽ ഗാർബേജസ്, വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹൈജീൻ പ്രോപ്പർ ആവില്ല. കമ്മ്യൂണിറ്റി ഹൈജീനും ഇമ്പോർട്ടന്റ്. പിന്നെ സെക്സ് ഹൈജീൻ, അഡോൾസന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നു. പിന്നെ ഫസ്റ്റ് എയ്ഡ്, എപ്പോഴെങ്ങനെ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യണം. അതായത് നമ്മൾക്ക് ഒരു കുട്ടി ഇപ്പം പുഴയിൽ മുങ്ങി അതിനെ കൊണ്ടുവന്നു, എന്ത് ചെയ്യണം, അങ്ങനെ വെള്ളം കുറെ അകത്ത് പോയ ഒരു കുട്ടിയെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം ഇങ്ങനെ കുടുങ്ങി വല്ലാത്ത അവസ്ഥയില് ശ്വാസം വെട്ടുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മൾ കുറെ കേസസ് കേട്ടിട്ടുണ്ടല്ലേ, മരിച്ചുപോയി എന്നൊക്കെ പറയാം. വലിയ ആൾക്കാരും കുട്ടികളും ഒക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കിങ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ കുറെ പ്രശ്നം, ചെവിയിൽ എന്തെങ്കിലും എടുത്തിടും, അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ്, എത്തുന്നവരെയുള്ള ടൈമില് അങ്ങനെയുള്ള കേസസ് എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അങ്ങനത്തെയുള്ള ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഇൻസെക്ട് ബൈറ്റ്, SCG, വെരി ഗുഡ്. എന്തെങ്കിലും പ്രാണികൾ കുത്തുവോ, കടന്നലോ പഴുതാരയോ അങ്ങനെ എന്തെങ്കിലും കുത്തുവാണെങ്കിലും അതെല്ലാം, അങ്ങനെയുള്ള ബൈറ്റ്സ്, അതിനെല്ലാം ഫസ്റ്റ് എയ്ഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അതിനെ കുറിച്ചുള്ള അവയർനെസ്. ഇവനൊരു അമ്മയായി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഒരു ഡോക്ടറായി മാറുവാണ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് അമ്മയ്ക്ക് ക്ലിയർ ആവും. അങ്ങനെ ഇപ്പൊ സ്കൂളില് ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിലുള്ള നോളജ് അത് സ്കൂൾ ലൈഫിൽ അപ്ലൈ ചെയ്യാം. അത് സ്കൂളിൽ കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടി അത് പേഴ്സണൽ അതിന്റെ കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് ഒരു നല്ലൊരു ഹാബിറ്റ് പോലെ കിട്ടിയ നോളജ്, ആ സമയത്ത് അക്യൂർ ചെയ്യുന്ന നോളജ് ത്രൂ ഔട്ട് ആളുടെ ലൈഫിലും വീട്ടിലും അത് പറയുന്നു. അങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്കോപ്പ് പറഞ്ഞു, അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായത് എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ചെയ്യുന്നു നിങ്ങൾ ഓൾറെഡി ആളുകളോട് ചോദിക്കുന്നുണ്ട്. ഈ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഹൗ ടു മെയിൻറ്റെയിൻ ഹെൽത്ത്, എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം. ആ ഒരു അവയർനെസ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകളിൽ കിട്ടുന്നത്. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈലില് അത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും, അവരുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അസുഖങ്ങൾ വരുന്നത് തടയും, പ്രിവെന്റ് ഇൽനെസ്. പിന്നെ ഈ എന്താ പറയാ, എല്ലാ സ്റ്റെപ്സും സൂക്ഷിച്ച് വെക്കുക എന്ന് പറയില്ലേ, ഇങ്ങനെ വീഴ്ച, അപ്പൊ നല്ല തെന്നിക്കിടക്കുന്ന സ്ഥലത്ത് അത് ശ്രദ്ധിക്കും. പ്രിവെന്റ് ഇൽനെസ്, അതുപോലെ തന്നെ ഇഞ്ചുറി, മുറിവുകൾ ഉണ്ടാകാം. നമ്മൾ കുറെ ശ്രദ്ധിച്ചാൽ, ഇപ്പം കത്തിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇഞ്ചുറീസ് ഉണ്ടാവില്ല. അപ്പൊ മെഷീൻസ് വർക്ക് ചെയ്യും. ഇപ്പൊ എല്ലാവരും ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ ആളുകൾ കുറെ കൂടെ ശ്രദ്ധിക്കും, അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് നോക്കും. പിന്നെ ആ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും അസുഖങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ നോളജും സ്കില്ലും കിട്ടുകയാണ്. ഇൻഫർമേഷൻസും അവരുടെ ഡിസിഷൻ എടുക്കാനായിട്ട്, അവരുടെ ഹെൽത്തും എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കണം, എങ്ങനെ സുഖമായിട്ടിരിക്കണം, വെൽ ബീയിങ് എങ്ങനെ സുഖമായിട്ടിരിക്കണം, അതിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അവയർനെസ് ആളുകളിലേക്ക് എത്തുവാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇനി
ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാബിറ്റ്സും ബിഹേവിയറും. എന്താ ഇത് തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഹാബിറ്റ്, എന്താണ് ബിഹേവിയർ? ഹാബിറ്റ് മീൻസ് ശീലങ്ങൾ, നമ്മുടെ ഓരോ ശീലങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ടുള്ള റൊട്ടീൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റമാണ്, നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ചില ആളുകൾ പറയില്ല രാവിലെ എണീറ്റ ഉടനെ തന്നെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട്, ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ പെരുമാറ്റത്തിൽ എങ്ങനെയാണോ അത് അനുസരിച്ച്. ചില ആൾക്കാർ പറയില്ല എനിക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു കട്ടൻ ചായ കിട്ടണം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കിട്ടണം, പത്രം കിട്ടണം. അതൊക്കെ അവരുടെ ഒരു ഹാബിറ്റ് ആണ് അല്ലേ? ഹാബിറ്റ് ആണ്. പിന്നെ നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നു അത് നമ്മളുടെ ബിഹേവിയർ ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. കുട്ടിയുടെ ബിഹേവിങ് ടു അതേഴ്സ്. ഇപ്പൊ ചൈൽഡ്ഹുഡിലാണ് കുറെയൊക്കെ ഇത് അവരിൽ ഫോം ചെയ്യുന്നത്. ഹാബിറ്റ്സ് എന്നുള്ളത് ചൊട്ടയില് ശീലം ചുടല വരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലേ? ആ ചെറുപ്പത്തിലുള്ള ശീലം, അല്ലെങ്കിൽ നഖം കടിക്കുന്നത്, അത് അവരുടെ ഒരു ഹാബിറ്റ്. അത് അവർക്ക് ചിലപ്പോൾ പ്രായമായി എന്തൊക്കെ ഹൈ പൊസിഷനിലായാലും ചിലപ്പോൾ ഈ ഒരു ശീലം മാറിയെന്ന് വരില്ല. അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോഴും ചൈൽഡ്ഹുഡിലെ ചില ഹാബിറ്റ്സ് അവരിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇപ്പൊ ഹെൽത്ത് നമുക്കെന്താ, നമ്മളുടെ എയിം എന്താണ്? ചെറുപ്പത്തിലേ തന്നെ അവരില് ബിക്കോസ് ഓഫ് സ്ട്രെസ്, പലപ്പോഴും ആളുകൾ നാങ്ങടിക്കുന്നത് ബിക്കോസ് ഓഫ് സ്ട്രെസ്. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കും അവര്, ഹെൽത്തി ഹാബിറ്റ്സ്. ഇപ്പൊ ഹാബിറ്റ്സ് തന്നെ ഗുഡ് ഉണ്ട് ബാഡ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു, നല്ലതും ഉണ്ട് ചീത്തയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നല്ല ആരോഗ്യപരമായ ഹാബിറ്റ്സ് ആറ്റിറ്റ്യൂഡും അവരിൽ വരണമെങ്കിൽ അത് ചൈൽഡ്ഹുഡിൽ തന്നെ അവരത് പ്രാക്ടീസ് ആക്കണം. അതിന്റെ അവിടെയാണ് നമ്മളുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ഏജിലാണ് കുഞ്ഞുങ്ങളെ നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. സ്കൂളിൽ എടുക്കുന്ന നല്ല നല്ല സ്റ്റെപ്സ് അവരുടെ ലൈഫ് സ്റ്റൈലിലേക്കും കൊണ്ടുപോവാണ്. അവരുടെ ത്രൂ ഔട്ട് അവരുടെ ലൈഫ് ജേണിയിൽ, അവരുടെ ജീവിതത്തിൽ മുഴുവനും അവർ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗുഡ് ഹാബിറ്റ്സ് അവരിലുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അത് കമ്മ്യൂണിറ്റിയിലേക്ക്, എല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൊസൈറ്റിയിലേക്ക് റിഫ്ലക്ട് ചെയ്യും അല്ലെ? ഒരു സമൂഹത്തിലേക്ക് വരും. അതുപോലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വ്യക്തികളിലേക്കും വരും. രണ്ടും കണക്റ്റഡ് ആണ്. സ്കൂൾ സ്റ്റുഡൻസ് സ്കൂളിൽ നിന്നും അവർക്ക് ഹെൽത്തിനെ കുറിച്ചും വേറെ പല കാര്യങ്ങളെ കുറിച്ചും അവയർനെസ് കിട്ടുന്നു. അവരത് അവരുടെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് കിട്ടുന്ന നോളജ് അവര് പലരോടും പറയുന്നു. അങ്ങനെ പാരന്റ്സിനും ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലേ, അപ്പൊ അവർക്കും പാരന്റ്സിനും കുറെ അവയർനെസ് അതുവഴി കിട്ടുകയാണ്. അപ്പൊ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു ഹെൽത്തി ആവാൻ നമുക്കറിയാം കുറേ ഹെൽത്ത് സപ്ലിമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പ്രോട്ടീൻ പൗഡർ, ബി കോംപ്ലെക്സ് ടാബ്ലറ്റ്സ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ടാബ്ലറ്റ്സ് കിട്ടുന്നുണ്ട്. എനിക്ക് ആരോഗ്യം വേണമെങ്കിൽ ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ, എന്തിനാ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണേന്ന് ആളുകൾ ചിന്തിക്കാം. അങ്ങനെ 2 or 3 ടാബ്ലറ്റ് ഒക്കെ ദിവസം കഴിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അതിലൂടെ മാത്രമല്ല നമുക്ക് ഹെൽത്ത് കിട്ടുന്നത്. ഈ നോളജ്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ നമ്മുടെ എവരിഡേ ലൈഫിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്യുന്നു. റിഗാർഡിങ് ഫുഡ്, നല്ല ഫുഡ് നമ്മൾ കഴിക്കണം. നല്ല വൃത്തി, ക്ലീൻലിനെസ് അത് ശീലിക്കണം. എക്സസൈസ് ചെയ്യണം. അസുഖങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. അതെല്ലാം നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ്, ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടുന്ന കുറെ അവയർനെസ്സിൽ നിന്നും നമുക്കത് ലഭിക്കും. എന്നോട് ആരൊക്കെ ഇവിടെ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി. ക്ലാസ്സിന്റെ എൻവിറ്റിവിയിലായതുകൊണ്ട് നമ്പർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്പർ തെറ്റി, ഒരു ഡിജിറ്റ് എക്സ്ട്രാ വന്നേ, അതല്ല കേട്ടോ. ഇനി രണ്ടാമത് ഇട്ടേക്കുന്നതാണേ. നമ്പർ 8 പ്ലേ സ്റ്റോറിൽ ക്ലാസ് റൂം ഡയറി ഓപ്പൺ ആകുന്നില്ല. നാളെ സാറ് ടെക്നിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യും. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതാണ്, സബ്മിറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ. സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് എന്നുള്ള രീതിയിലും അല്ലാത്തുള്ളതിന് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലുമാണ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത്. Can we take this portion tomorrow? നാളെ ഈ പോർഷൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലല്ലോ, കുറച്ച് ഭാഗമേ ആയിട്ടുള്ളൂ ഹെൽത്തിന്റെ. എല്ലാം ആക്ടിവിറ്റീസ് കിടക്കുന്നേ, എല്ലാ ആക്ടിവിറ്റീസും എല്ലാം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നോട് എനിക്ക് ക്ലാസ് റൂം ആക്സസ് ഇല്ലല്ലോ. എന്നോട് പറഞ്ഞത് ഇൻഫോം ചെയ്തിട്ടുണ്ട് ടു ബി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ അവര് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കാണും, മെസ്സേജ് കാണും. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതും സബ്മിറ്റ് ചെയ്യേണ്ടതും. Can we take this portion tomorrow? ആക്ടിവിറ്റി ഒന്നുകൂടെ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് പറയണില്ല. നിങ്ങളുടെ ക്ലാസ് റൂമിൽ അത് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണോ? ഫസ്റ്റ് പറഞ്ഞത് ആൽഫബറ്റ്സിന്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ക്ലാസ്സിൽ ചെയ്ത ആക്ടിവിറ്റി വീടുകളിൽ ആരെങ്കിലുമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു ആക്ടിവിറ്റി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത്, വെൽനസ്, ഇതിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്താൽ മതി. യെസ്, അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ളവർക്ക് വരച്ച് കളർ ചെയ്യോ ക്രയോൺ കൊണ്ട് കളർ ചെയ്യോ ചെയ്യാം, അല്ലെങ്കിൽ പിക്ചേഴ്സ്. അപ്പൊ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ഒന്നും കൂടി പറയുവോ? ഏത് ആക്ടിവിറ്റിയാ ഇപ്പൊ പറഞ്ഞില്ലേ? പറയാം. ഫിസിക്കൽ ഫിറ്റ്നസ്. Collect related pictures or draw by yourself of health, physical fitness and wellness. അതായത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഈ 3 കാര്യങ്ങളെ റിലേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ചാർട്ട് പേപ്പറിൽ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ചാർട്ട് പേപ്പറോ നോട്ട്ബുക്കിലോ പേസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ അതിനെപ്പറ്റി ഒന്നും എഴുതണ്ട, ഹെഡിങ് മാത്രം. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ പിക്ചേഴ്സ് ഒട്ടിക്കാം? നല്ല ഭക്ഷണം കഴിക്കുന്ന പിക്ചേഴ്സ് ഒട്ടിക്കാം, ക്ലീൻ വാട്ടർ, അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കുളിക്കുന്ന പിക്ചേഴ്സ് ഒട്ടിക്കാം. ഈ പിള്ളേരുടെ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണും. പിന്നെന്താ, ഫിസിക്കൽ ഫിറ്റ്നസ് കാണിക്കാൻ എന്തൊക്കെ പിക്ചേഴ്സ് ഒട്ടിക്കാം? റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നത് കാണിക്കാം. വെൽനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതല്ലേ, നമ്മുടെ വീട്ടിലെല്ലാരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന പിക്ചർ കൊടുക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന പിക്ചർ കൊടുക്കാം, സ്കൂളില് ഹാപ്പി ആയിട്ടിരിക്കുന്ന പിക്ചർ കൊടുക്കാം. മതി മാം. ഈ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാ, സബ്മിറ്റ് ചെയ്യണം. ഇതിന്റെ ഇമേജ് അംഗൻവാടിയില് ക്ലാസ്സസ് എടുക്കുമ്പോ അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ്? അല്ല, നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഈ ചാർട്ടില്ലേ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, അത് നമ്മളിപ്പോ അംഗൻവാടിയിൽ ഇല്ലെങ്കിൽ ചെന്ന് ക്ലാസ് എടുക്കുമ്പോ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിത്? അതെ, ഇത് നമുക്ക് ആ രീതിയിലുള്ളതാണ്. പിന്നെ ചില ആക്ടിവിറ്റീസ് ലൈക്ക് ഹെൽത്ത് സ്റ്റെപ്സ് ടു ബിക്കം ഹെൽത്തി എന്നുള്ളതൊന്നും നമുക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ളതല്ല. നമ്മളുടെ ഒരു അവയർനെസ്സിനും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് പറ്റും. ഈ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെ ക്ലാസ്സസ് എടുക്കുമ്പോൾ നമുക്ക് അവരെ കാണിക്കാം. മതിയാകും. ചാർട്ട് പേപ്പർ താല്പര്യമില്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ ഒട്ടിച്ചാൽ മതിയാകും. ചാർട്ട് ക്ലിയർ ആയില്ല കേട്ടോ. സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് സാറാണ് തീരുമാനിച്ച് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ആയാലും കുഴപ്പമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിയിൽ ഇരുന്നാണ് ക്ലാസ് കേൾക്കുന്നത്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക, മ്യൂട്ട് ചെയ്യുക. ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇല്ലേ മാം, നമ്മുടെ
ലാസ്റ്റ് ഒരു അസൈൻമെന്റ് പോലെ മാം തന്നത് അതെന്താ അതും നോട്ടിൽ എഴുതാനുള്ളതാണോ ആക്ടിവിറ്റി ആയിട്ട്? ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗൻവാടികളിൽ ക്ലാസ് എടുക്കുന്നതാണോ? അതല്ല ലെറ്റേഴ്സ് വരുന്ന ലാസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി, അത് സബ്മിഷൻ ഒന്നുമില്ല. ആൽഫബറ്റ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും സബ്മിറ്റ് ചെയ്യണ്ട കേട്ടോ. ഫസ്റ്റ് ലെറ്റർ വേർഡ് ഫസ്റ്റിലും ലാസ്റ്റ് ലെറ്റർ വേർഡ് ഫസ്റ്റിലും. മാം പിന്നെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഹെൽത്തിനെ കുറിച്ച് മാം ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, പല ഏജ് ഗ്രൂപ്പിനോട് ഇത് ചോദിച്ചിട്ട് എഴുതാനായിട്ട് ഒരു ഡെഫിനിഷൻ, അതും സബ്മിറ്റ് ചെയ്യേണ്ടതാണോ? അതെ, അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണല്ലോ. ഇന്ന് അത് കറക്റ്റ് ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടല്ലോ. മാം അതുപോലെ ഒരു ഡൗട്ട് കൂടെ, ഈ ഇമേജസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാനല്ലേ ഡ്രോ ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മള് റെക്കോർഡിലാണോ ചെയ്യേണ്ടത് അതോ ജസ്റ്റ് ഒരു ഈ ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതുന്ന ബുക്കിലാണോ? നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ ചെയ്യാം, നോട്ട്ബുക്കിൽ ചെയ്യാം. റെക്കോർഡിന്റെ കാര്യം റെക്കോർഡ് വാങ്ങാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വീക്കിലാണ് റെക്കോർഡ് എങ്ങനെ എഴുതണം എന്നുള്ളത് പറയുള്ളൂ കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. മാം, നമ്മൾ ഈ അംഗൻവാടിയിൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും എടുക്കണോ? അങ്ങനെ അതങ്ങനെ അയക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒന്നും എടുത്തു വെച്ചോളൂ. ഞാനത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വെച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ടോപ്പിക്സ് അങ്ങനെ അംഗൻവാടികളിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് വരുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കുക. ഏജ് ഗ്രൂപ്പിലുള്ളവരോട് ചോദിച്ചിട്ട് എഴുതാനുള്ളത് എങ്ങനെയാ, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ അത് എഴുതേണ്ടത്? നമുക്ക് എഴുതേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓരോ ആക്ടിവിറ്റിയുടെ സമയത്ത് മലയാളത്തിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ഉടനെ തന്നെ ജോയിൻ ആവും. ഇംഗ്ലീഷിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, കേൾക്കുന്നില്ല സീത? ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ? ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ? എനിക്ക് മനസ്സിലായി. ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫയല് അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നാളെ അങ്ങനെയുള്ള ടെക്നിക്കൽ സംശയമൊക്കെ സാർ പറഞ്ഞിരുന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ ഒരു വീഡിയോ എന്തോ സാർ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്തു എന്തോ ചെയ്യും. ഓക്കെ മാം. മാം ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഹലോ, പറയും. അതെ, നമ്മളിങ്ങനെ ക്ലാസ് നോട്ടിൽ നമുക്ക് കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണോ? ബൈ ഹാർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. കാരണം നമ്മളെ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സബ്ജക്ട് സ്റ്റഡി എന്നല്ല തിമാറ്റിക് ലേണിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുവാണ്. ഫുൾ ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാണാതെ പഠിക്കുന്ന ഒരു വിഷയമല്ല ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ക്ലാസ് ഒന്ന് കാണാൻ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെക്കോർഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് നമ്മൾ അത് ഉദ്ദേശിച്ചെന്നുള്ളത്. അല്ല, നമ്മളിങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് ഈ PDF നോക്കിയിട്ട് അങ്ങനെ എഴുതേണ്ട ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടേതായ ഒരു ഇതിൽ എഴുതിയാ പോരെ നോട്ട്സ് ഒക്കെ? മതി. നമ്മൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ, വെൽനസിന്റെ ലിങ്ക് അയച്ചു എന്ന് പറഞ്ഞാൽ അത് ഏതിലാണ്? ക്ലാസ് റൂമിലാണോ? ക്ലാസ് റൂമിലായിരിക്കും അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. മാം, ഒരു ഡൗട്ട് ഉണ്ട്. ഈ അംഗൻവാടിയിൽ ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് കട്ടായി പോയെന്നോ, ഞാൻ കേട്ടില്ലായിരുന്നു അത്. അതായത് ഒന്നുമില്ല, നമ്മളിപ്പം നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. സെക്കൻഡ് യൂണിറ്റ് നമ്മളിപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സ്റ്റാർട്ട് ചെയ്തു. തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആണ്, ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു കണ്ടന്റ് ആണ് ഈ ഒരു 3 യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ടോപ്പിക് പ്രസന്റ് ചെയ്യാനായിട്ട് അംഗൻവാടികളിൽ പറ്റും. അമ്മമാർക്ക് കൊടുക്കാം, അവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാം. നല്ല പിക്ചേഴ്സും ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കും. അല്ലെങ്കിൽ ആ അംഗൻവാടിയുടെ ഏരിയയിൽ വരുന്ന അഡോളസന്റ് ഗ്രൂപ്പിനും
ഇതുപോലെ ക്ലാസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ മാം. മാം ഈ ആക്ടിവിറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ 10 ഇൻഡിവിജ്വൽസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് ഈ 10 ആൾക്കാർ പറഞ്ഞ ആൻസേഴ്സ് നമ്മൾ എഴുതണം, അത് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ, ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഡെഫിനിഷൻ മാത്രം മെൻഷൻ ചെയ്താൽ മതിയോ? ഈ 10ന്റെയും കൂടി ഈ 10 പേരും പറഞ്ഞ കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് വേണം ഡെഫിനിഷൻ എഴുതാൻ. അല്ല അപ്പൊ ആ 10 പേര് പറഞ്ഞത് നമ്മൾ കാണിക്കണോ അതോ നമ്മളത് റഫ് കാണിക്കണ്ട, നിങ്ങൾ റഫ്ലി അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ 10 പേരുടെയും കാര്യങ്ങൾ നല്ലതുപോലെ വായിച്ചു നോക്കുക, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ഡെഫിനിഷൻ എഴുതും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം, പിന്നെ മറ്റേത് അടിയിൽ പോയിന്റ്സ് ആയിട്ടല്ലേ എഴുതണ്ടേ? അതെ, മറ്റേത് പോയിന്റ്സ് ആയിട്ട് എഴുതാം. ആക്ടിവിറ്റീന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ അടിയിൽ ഡെഫിനിഷൻ പോലെ ആൻസർ ചെയ്യാം, പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അടിയിൽ പോയിന്റ്സ് പോലെ എഴുതാം പോലെ. അതെ, മതി. മാം ഒരു ഡൗട്ട്. മാം ഈ അംഗൻവാടിയിൽ പോയിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണോ? അത് ഞാൻ എന്താ പറയാ, കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാവർക്കും ആ ഒരു സൗകര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. ഡിപ്പെൻസ്, അംഗൻവാടി അടുത്ത് വേണം, അല്ലെങ്കിൽ അംഗൻവാടിയിലെ ടീച്ചർ അങ്ങനെ ഒരു വെൽക്കമിങ്, നമ്മളെ ഓക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. സോ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, അപ്പോ ലീവ് കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കമ്പൽസറി പറഞ്ഞല്ല, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. ഓക്കെ, ഇന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു, ഓരോ യൂണിറ്റ് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ അയച്ചിരുന്നല്ലോ, അത് അറ്റൻഡ് ചെയ്തിരുന്നു പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നല്ലപോലെ സബ്ജക്ട് മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാലോ? 8 മണിക്ക് അടുത്ത ക്ലാസ്. താങ്ക് യു മാം. മോക്ക് ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ അനീഷ? എന്താ വിഷയമോ അനീഷ? മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. Thank you, ma'am. Thank you, ma'am. Okay, bye. Okay, bye.